ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നല്ല സന്തോഷത്തിലാണെങ്കിലും ഈ വീഡിയോ അവസാനിക്കുന്നത് നല്ല വിഷമത്തോടെയാണ് കേട്ടാ. മരുന്ന് കയ്യിൽ കിട്ടി നേരെ വീട്ടിൽ വന്ന ഉടനെ വേറൊരു പണിക്കും പോകാതെ തന്നെ നേരെ പെടോനെ അങ്ങ് സെറ്റാക്കാൻ ഇറങ്ങിയത്. അത് തേക്കുമ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നാളെ ആകുമ്പോഴത്തേക്ക് തന്നെ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. കുറച്ചു നേരം പെടോന്റെ കൂടെയൊക്കെ ഇരുന്ന് ഞാൻ എന്റെ പരിപാടി നോക്കാൻ പോയി. പാവം നോക്കുന്ന കണ്ട കുറച്ച് കഴിയുമ്പം ഇയാനെ കാണാനില്ല ഗൈസ്. ഞാൻ പോയി നോക്കുമ്പോണ്ട് ദേ പെട്രോന്റെ കൂട്ടിലങ്ങ് നിൽക്കുന്നു. ഈ രാത്രി എന്താ ഇവിടെ നിന്ന് ചെയ്യുന്നേ? രാവും പകലൊന്നുമില്ലാതെ ഇവൻ ഏത് നേരം പെട്രോന്റെ കൂട്ടിയില്ല. അക്കാര്യത്തിൽ എന്ത് പറഞ്ഞാലും ഓൻ കേൾക്കൂല. രാത്രിയായി. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവനെ വീട്ടിൽ കയറ്റി ഒന്ന് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി. പിറ്റേന്ന് രാവിലെ ഉറങ്ങി എണീച്ച് നേരെ പെടോന്റെ അവസ്ഥ നോക്കാൻ വന്നത്. കിട്ടി പണി പിന്നെയും കിട്ടി. അവന്റെ കണ്ണ് പിന്നെയും അടഞ്ഞു. കണ്ണു നോക്കട്ടെ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് എന്തോ പോലെയായി. അപ്പൊ തന്നെ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ഇനി ഇവന്റെ കാര്യത്തിൽ നോക്കാനുള്ളത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാ. റീബോഫ്ലാവിൻ. ഞാൻ പ്രൊണൗൺസ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയില്ല. വൈറ്റമിൻ B2 ഇതിന്റെ ഒരു കുറവ് കാരണം ഇങ്ങനെ കണ്ണിന് ചുറ്റും ഉണ്ടാവുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് ഇതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലല്ലോ. ഇനി ഡോക്ടർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകണം. ഇതിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാറ്റം ഉണ്ടാകണം. പാവം കണ്ണ് തീരെ തുറക്കാൻ വയ്യ. ഇനിയുള്ള അപ്ഡേറ്റ് പിന്നെ പറയാം. ഓക്കെ, ബൈ.